പല്ല് കാണിക്കാനായിട്ട് രാവിലെ തന്നെ PMS ഡെൻ്റൽ കോളേജിൽ വന്നിട്ടുണ്ട് വട്ടപ്പാറ. ഇവിടെ വരാൻ മടിച്ചത് ഇവിടെ വന്നാൽ സമയത്ത് പോക്ക് നടക്കത്തില്ല. പക്ഷേ ഇന്ന് വന്നപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ അവർ നമ്മളെ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തു കേട്ടോ. വളരെ പെട്ടെന്ന് അതെന്നെ അതിശയിപ്പിച്ചു. അപ്പോൾ പൊതുവേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. അപ്പോൾ എന്നോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റിനെല്ലാം കൊടുക്കാൻ പറഞ്ഞു. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെയാണെങ്കിൽ വന്നാൽ എല്ലാത്തിനും ഭയങ്കര റേറ്റ് കുറവുമാണ്. എനിക്ക് എക്സ്റേ എടുത്തതിന് വെറും 350 രൂപയാണ് ആയത് പല്ലിൻ്റെ. അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾക്കെല്ലാം കൊടുത്തു, അതിന് 500 രൂപ മാത്രമാണ് ആയത് കേട്ടോ. അപ്പോൾ അത്രയും റേറ്റ് കുറവാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അതെല്ലാം കൊടുത്ത ശേഷം എൻ്റെ പല്ലെടുത്ത് മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ഡേറ്റ് എല്ലാം ഇട്ട് തന്നു. എന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കണ്ടേ, അങ്ങനെ വിശന്ന് പണ്ടാരം തുടങ്ങി. രാജാ തട്ടുകടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. 12:15 കഴിയും കേട്ടോ ഇവിടെ ഓപ്പൺ ആവാനായിട്ട്. 12 മണിക്ക് നമ്മളിവിടെ എത്തി. അങ്ങനെ ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. മഴ പെയ്യുന്നത് കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞ് അകത്തേക്ക് കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അകത്ത് കയറിയിരുന്നപ്പോൾ ചേട്ടൻ്റെ പൂജയെല്ലാം കഴിഞ്ഞിട്ടേ വിളമ്പത്തുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ദേ ഇലയിട്ടു. ഇലയിട്ട് കഴിഞ്ഞതും ധൃതിയിൽ തന്നെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടിടാൻ തുടങ്ങി. ചോറും കറികളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മേശയുടെ മുന്നിലെത്തി കേട്ടോ. വളരെ സ്വാദോടു കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റി. അവിടെ ഇല്ലാത്ത മീൻ കറികളൊന്നുമില്ല കേട്ടോ. മീൻ വറുത്തത്, മീൻ കറികൾ, കൂന്തൽ, കൊഞ്ച്, കണവേ കൂന്തൽ ഒന്നാണ്, ചൂര, മുള്ളുകറി, വാള വറുത്തത്, പിന്നെ ആവോലി വറുത്തത്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ ആ സമയത്ത് നമ്മൾ വന്നത് കൊണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ പറ്റി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇതുപോലെ ക്യൂ നിന്ന് കഴിക്കേണ്ടി വന്നാണ്. കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ വന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യും കേട്ടോ നമ്മൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് തിരക്കാണെന്ന്. ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങളെ കൂടെ തന്നെ ഒരുപാട് ഫാമിലീസ് വെയിറ്റിംഗ് ആയിരുന്നു. അവരെല്ലാവരും സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വേറെ കുറച്ച് പേരും വെയിറ്റിംഗ് ആയിരുന്നു. അത്രയേറെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കപ്പയും മീൻ കറിയും മുള്ള് കറിയും പിന്നെ ചെമ്മീൻ വറുത്തതും ചൂര വറുത്തതും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നീട് ലാസ്റ്റാണ് മീൻമുട്ടയുടെ കാര്യം ഓർത്തത്. പിന്നെ ലേശം മീൻമുട്ടയും കൂടി വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എനിക്ക് വീട്ടിൽ അമ്മയൊക്കെ വെച്ച് തരുന്ന ആ ഒരു സ്വാദോടെ തന്നെ കഴിക്കാൻ പറ്റി. മീൻ കറി, മുള്ള് കറി നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ കറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇതാണ് നമ്മുടെ ഓണർ ചേട്ടനെന്ന് പറയുന്നത്. എന്നിട്ട് ചേട്ടനോട് ബില്ല് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് 7500 ചേട്ടൻ എല്ലാ ബില്ലിനോടൊപ്പം ഒരു 0 കൂട്ടിയേ പറയത്തുള്ളൂ കേട്ടോ. 650 ആണെങ്കിൽ 6500, 500 ആണെങ്കിൽ 5000. അതെന്നോട് മാത്രമല്ല ആര് വന്നാലും ചേട്ടൻ അങ്ങനെ പറയത്തുള്ളൂ. ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഫാമിലിയിലെ ഒരു സുഹൃത്തുക്കളായ 2 പേരെ കണ്ടു. അവരോട് സംസാരിച്ച് നിന്നു. എന്നിട്ട് വീട്ടിൽ ദേ വന്ന് ഇങ്ങനെ മഴയെല്ലാം കണ്ട് ആസ്വദിച്ച് ഉറങ്ങുകയാണ്. ഇങ്ങനെ മഴയെല്ലാം കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ് നമ്മൾ.